അശ്വിൻ പാലാഴി കൂടി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, അമ്പലപ്പുഴയിലേത് ബിഗ് പൊളിറ്റിക്കൽ ഫൈറ്റ് ആകുമെന്ന് നേരത്തെ തന്നെ അത് സുധാകരൻ വേഴ്സസ് CPM അല്ലെങ്കിൽ സുധാകരൻ വേഴ്സസ് സലാം എന്നതിനപ്പുറത്തേക്ക് CPM വേഴ്സസ് UDF എന്ന നിലയിലേക്ക് കൂടി പോവുകയാണ്. സലാമിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സുധാകരനും UDFും ഒരുമിക്കുമ്പോൾ കൈകൊടുക്കുമ്പോൾ അത് പാർട്ടി വോട്ടുകൾ അടർത്തിയെടുക്കാനാകുമെന്ന സുധാകരന്റെ പ്രതീക്ഷ എത്രത്തോളം അതിനെന്തെങ്കിലും തരത്തിൽ മങ്ങലേൽപ്പിക്കുമോ? ഗൂഗിൾ എന്തായാലും നിലവിൽ UDFന്റെ പിന്തുണയോടുകൂടി അല്ലാതെ സുധാകരൻ അമ്പലപ്പുഴയിൽ മത്സരിച്ചാൽ അതിൽ ഫലമുണ്ടാവില്ല എന്നൊരു അഭിപ്രായം സുധാകരനുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പാർട്ടി അനുഭാവികൾ CPM അനുഭാവികളുടെ വലിയ വികാരം അത് സുധാകരനെതിരെ നിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുവെ സാധാരണക്കാരായ ആളുകളിലേക്ക് പോലും സുധാകരൻ എന്തായിരുന്നു എന്നും സുധാകരൻ പാർട്ടി എങ്ങനെ ചതിച്ചു എന്നും ഒക്കെയുള്ള ക്യാമ്പയിനാണ് CPM പ്രധാനമായും ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പിന്തുണ നൽകാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി ഔദ്യോഗികമായി പുറത്തു വരുന്നത്. ഡൽഹിയിൽ നിന്ന് ആ വാർത്ത പുറത്തേക്ക് വരുന്നത്. ഈ കാര്യത്തിൽ നേരത്തെ തന്നെ പാർട്ടിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്ന് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടത്തിയ വിശദീകരണ യോഗത്തിലടക്കം പറഞ്ഞിരുന്നു. ഇതൊരു നാടകമാണെന്നും അതിന്റെ ഒന്നാം സീൻ മാത്രമാണ് സുധാകരൻ പാർട്ടി വിട്ടത് എന്നുമായിരുന്നു സിറ്റിംഗ് MLA H സലാമിന്റെ വാദം. അതിന് പിന്നാലെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും പുറത്തേക്ക് വരുമ്പോൾ ഇതിൽ കോൺഗ്രസ് പിന്തുണ നൽകുന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാകുമെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ രണ്ടാം ഭാഗം പാർട്ടി പ്രതീക്ഷിച്ചിരുന്ന സെക്കൻഡ് സീൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് CPMൽ ഉണ്ടായതിനേക്കാൾ വലിയ പ്രശ്നം കോൺഗ്രസിലെ വലിയ പൊട്ടിത്തെറ്റാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് കോൺഗ്രസ് നേതാക്കൾ, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ തന്നെ പാർട്ടിക്കുള്ളിൽ കടുത്ത അമർഷമുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ തീർച്ചയായും അശ്വിൻ, ഏതായാലും അമ്പലപ്പുഴയിലെ ഫൈറ്റിൽ അത് ഇനി കോൺഗ്രസിൽ എന്താണ് ഈ സുധാകരന് പിന്തുണ നൽകാൻ കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ, UDF തീരുമാനിക്കുമ്പോൾ അത് കോൺഗ്രസിലെ പ്രാദേശിക നേതൃത്വത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുക എന്നാണ് ആകാംക്ഷ. ഏതായാലും അവിടെ ഒരു ബിഗ് പൊളിറ്റിക്കൽ ഫൈറ്റ് ഉറപ്പായിരിക്കുന്നു. UDFന് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല, സുധാകരനെ പിന്തുണയ്ക്കുമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.